റിമോട്ട് ഇങ്ങത്താ. നീ കുറെ സമയമായില്ലേ ടി വി കാണുന്നു? അമ്പട പുളിസോ, തന്നേനെ റിമോട്ട്. ഞാനിപ്പോൾ കാണാനിരുന്നിട്ടേ ഉള്ളൂ. അല്ലെങ്കിലും ചേച്ചിക്ക് കാർട്ടൂൺ ഇഷ്ടമില്ലല്ലോ. ചേച്ചി എന്തിനാ പിന്നെ കാണാനിരുന്നത്? ചേച്ചിക്ക് എണീച്ച് പോയിക്കൂടെ? ഹാ, അത് തന്നെയാ പറഞ്ഞത്. നിന്നോട് റിമോട്ട് ഇങ്ങോട്ട് തരാൻ. എനിക്ക് കാർട്ടൂൺ കാണണ്ട, എനിക്ക് സിനിമ കാണണം. ഹാ, സിനിമ കാണണമെങ്കിലേ അച്ഛൻ്റെ ഫോണ് നോക്കിക്കണ്ടോ. റിമോട്ട് ഞാൻ തരത്തില്ല, എനിക്ക് കാർട്ടൂൺ കാണണം. നിന്നോടാ പറഞ്ഞത് റിമോട്ട് ഇങ്ങോട്ട് തരാൻ. ചേച്ചിയോടാ പറഞ്ഞത് റിമോട്ട് തരില്ലാന്ന്. ആഹാ, അത്രയും കഴിയോ നീ? എൻ്റെ കയ്യിൽ നിന്ന് വെറുതെ തല്ല് കൊള്ളണ്ടോ. നിന്നോടാ പറഞ്ഞത് തരാൻ തരാൻ തരാൻ. എടി പൊട്ടി ചേച്ചി, നിനക്കെന്താ ചെവി കേൾക്കില്ലേ? നിന്നോടാ പറഞ്ഞത് തരത്തില്ല തരത്തില്ല തരത്തില്ലാന്ന്. വേണമെങ്കിൽ പോയിട്ട് ഫോണിൽ നോക്കി കണ്ടോ നീ. വെറുതെ മനുഷ്യനെ ഡിസ്റ്റർബ് ചെയ്യാൻ വന്നോളൂ. ഹോ, അവളുടെ നാശം പിടിച്ച കാർട്ടൂൺ കാണിച്ചു തരാം നിനക്ക് ഞാൻ. അമ്മ, ഇവളോട് ഈ റിമോട്ട് ഒന്ന് തരാൻ പറയോ? അമ്മ, ഞാൻ കൊടുക്കത്തില്ല കേട്ടോ. ഞാനിപ്പോൾ കാർട്ടൂൺ കാണാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. എനിക്ക് വേണം റിമോട്ട്. അമ്മ, ഇവളെ റിമോട്ട് തന്നിട്ടില്ലെങ്കിൽ ടി വി എന്തായാലും ഞാൻ ഓഫാക്കും കേട്ടോ. ഹാ, തുടങ്ങി തുടങ്ങി. നാശം പിടിച്ച പിള്ളേരെ വഴക്കിടാൻ തുടങ്ങി. ഞാൻ ഇങ്ങനെ വിചാരിക്കായിരുന്നു എന്തേ രണ്ടിൻ്റെ സൗണ്ട് കേൾക്കാത്തതെന്ന്. അമ്മ, ഒന്നിങ്ങോട്ട് വരുന്നുണ്ടോ? അമ്മ വന്നിട്ടൊരു കാര്യമില്ല. എന്തായാലും ഞാൻ റിമോട്ട് കൊടുക്കില്ല. ഹാ, കാണിച്ചു തരാം രണ്ടിനും ഞാൻ. അക്കു, ചിന്നു, ദാ ഈ ഫ്രിഡ്ജിൽ ഒരൊറ്റ കപ്പ് ചോക്ലേറ്റ് ഐസ്ക്രീം കൂടെ ബാക്കി ഇരിപ്പുണ്ട്. നന്നായി പഠിക്കുന്ന, വഴക്കുണ്ടാക്കാത്ത, അമ്മയെ അനുസരിക്കുന്ന നല്ല മോൾക്ക് മാത്രമേ ഞാൻ ഈ കപ്പ് ഐസ്ക്രീം തരുള്ളൂ കേട്ടോ. ഐസ്ക്രീമോ? ഹാ, ടി വി ഓഫാക്കിയിട്ട് വേഗം പോയി പഠിക്കാം. ഞാൻ വേഗം പോയി അമ്മയെ സഹായിക്കാം. എന്നാൽ മഴക്കാലമായതിനാൽ റോഡിൽ കുണ്ടും കുഴിയും കൂടി. ഇതിന്നൊക്കെ എപ്പോഴാണാവോ ഒരു ആശ്വാസം കിട്ടുക? 1 × 1 1, 2 × 2 4, 3 × 2 6. ഇതെന്തൊരു അത്ഭുതം! 4 × 2 8. ഇവിടെ എന്താ വല്ല മാജിക് സംഭവിച്ചോ? അച്ഛാ, ആ കാലൊന്ന് അങ്ങോട്ട് മാറ്റിയേ. ഞാൻ ഇവിടേക്ക് ഒന്ന് തുടച്ച് വൃത്തിയാക്കട്ടെ. അക്കു, നീ തന്നെയാണ് ഈ പറയണത്? അതെ അച്ഛാ, ഇവിടേക്ക് ആകെ അഴുക്ക് പിടിച്ചിരിക്കുക. ഞാൻ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. ടെൻ × 2 20. അമ്മ, എൻ്റെ ഹോംവർക്ക് മുഴുവൻ കഴിഞ്ഞു. ഞാൻ നല്ല കുട്ടിയായി മുഴുവൻ പഠിച്ചു. അമ്മ, എൻ്റെ തുടപ്പും കഴിഞ്ഞു. ഞാൻ ഈ വീട് മുഴുവൻ വൃത്തിയാക്കി തുടച്ചു. ഇവിടെ കാക്ക മലന്ന് പറക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്? ഹായ്, ഐസ്ക്രീം. ആഹാ, കൊള്ളാലോ. അപ്പൊ 2 പേരും നല്ല കുട്ടിയായ സ്ഥിതിക്ക് ഞാനൊന്ന് ചോദിക്കട്ടെ. അമ്മ പറയുന്നതൊക്കെ അനുസരിച്ച് ഒട്ടും ദേഷ്യപ്പെടാതെ തല്ലുകൂടാതെ എപ്പോഴും ശാന്തനായി ഇരിക്കുന്നതാരാണ്? അമ്മ പറയുന്നതൊക്കെ അനുസരിച്ച് ഒട്ടും ദേഷ്യപ്പെടാതിരിക്കുന്നത് അത് നമ്മുടെ അച്ഛനാണ്. ആഹാ, എങ്കിൽ പിന്നെ ഈ ഐസ്ക്രീം നമുക്ക് അച്ഛന് തന്നെ കൊടുക്കാം. കാരണം ഈ വീട്ടിൽ വഴക്കുണ്ടാക്കാത്ത ഒരേ ഒരു കുട്ടി ഈ അച്ഛൻ മാത്രമാണ്. നമ്മൾ ചെയ്ത പണികളൊക്കെ വെറുതെ ആയല്ലോ. ചേച്ചി, ഇനി മേലാൽ നമ്മൾ നല്ല കുട്ടികളാവാൻ ശ്രമിക്കരുത്. ഐസ്ക്രീം അച്ഛൻ കൊണ്ടുപോകും. ഇനി മേലാലേ 2 പേരും കൂടെ വഴക്കുണ്ടാക്കരുത് കേട്ടോ. എന്റെ ദൈവമേ, ഇതെന്തോരം ജോലികളാ ഈ അടുക്കളയിൽ എനിക്ക് എന്നും ചെയ്യാനുള്ളത്. എന്റെ ഒരു വിധി, ഈ വീട്ടിലത്തെ മുഴുവൻ ജോലികളും ഞാൻ തന്നെ ചെയ്യണ്ടേ. ഹാ, ഈ റീൽസ് ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യണം. ഈ ജിറാഫിന് എന്ത് കളർ കൊടുക്കും ഞാൻ? ജിറാഫിന്റെ കളർ മഞ്ഞ തന്നെയല്ലേ, അത് തന്നെ കൊടുക്കാം. എല്ലാ മക്കളെ, ഞാൻ അടുക്കളയിൽ കിടന്ന് എത്ര സമയമായി കഷ്ടപ്പെടുന്നു. എന്തെങ്കിലും ഒരു സഹായം നിങ്ങൾക്ക് എനിക്ക് ചെയ്തു തന്നൂടെ? അയ്യോ അമ്മ, ഇപ്പോഴൊന്നും പറയല്ലേ. എനിക്ക് ഈ റീൽസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് അതൊക്കെ ഒന്ന് വൈറലാക്കേണ്ടതാണ്. എടി പിങ്കി മോളെ, ലച്ചു, ഞാൻ ഇവിടെ രാവിലെ മുതൽ പണിയെടുത്തെടുത്തെടുത്ത് മടുത്തു. നിങ്ങൾ ആരെങ്കിലും എന്നെ ഒന്ന് സഹായിച്ചോ? വല്ലപ്പോഴെങ്കിലും ഈ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കിക്കൂടെ നിങ്ങൾക്ക്? അയ്യോ അമ്മ, എന്നോടൊന്നും പറയല്ലേ. ഞാനിവിടെ വലിയൊരു പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞില്ലേ. ഈ റീൽസ് എങ്ങനെയെങ്കിലും ഒന്ന് വൈറലാക്കണം.
അമ്മേ, ചേച്ചിയെ പോലെയല്ല ഞാൻ. ഞാൻ അമ്മയെ സഹായിക്കാം. ഈ വീട് മുഴുവൻ ഞാൻ ഇന്ന് അടിച്ചു വാരും. എൻ്റെ പൊന്നുമോൾ, ഈ വീട്ടിൽ എന്നെ സഹായിക്കാൻ നീ മാത്രമേ ഉള്ളൂ. കണ്ടോടി ചേച്ചി, അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹം. നീ അമ്മയെ സോപ്പിട്ട് പതപ്പിച്ച് കിടത്തും. അതൊന്നല്ല, ഞാൻ ഈ വീട് മുഴുവൻ അടിച്ചു വാരി വൃത്തിയാക്കാൻ പോവുകയാ. ഇന്നെന്തെങ്കിലുമൊക്കെ ഇവിടെ നടക്കും. അയ്യോ, ഒന്ന് നിർത്തടി. എടി നിർത്തടി. നിന്റെ ഈ പാട്ട് കേട്ടാലേ കാക്കകൾ വരെ തിരിച്ച് കൂട്ടിലേക്ക് പറന്ന് കയറിപ്പോകും. ചേച്ചി കസൂയാണ്. ഞാൻ ഇവിടൊക്കെ തൂത്തുവാരി വൃത്തിയാക്കാൻ പോവുകയാണ്. ഞാൻ അമ്മയുടെ നല്ല മോളാകാൻ നോക്കുമ്പോൾ സമ്മതിക്കില്ല അല്ലേ? അയ്യോ അമ്മച്ചി പോയി. അമ്മ അറിഞ്ഞാൽ എന്തായാലും എന്നെ ചമ്മന്തിയാക്കും. എന്തൊക്കെയായിരുന്നു. അയ്യോ, അമ്മയുടെ നല്ല മോൾക്ക് ഇപ്പൊ നല്ല അടി കിട്ടും. ഞാൻ എന്തായാലും ഇത് അമ്മയോട് പോയി പറയാൻ പോവുക. അയ്യോ ചേച്ചി പ്ലീസ്, അമ്മയോട് പറയല്ലേ, നമുക്കിത് ഒപ്പിച്ചു വെക്കാം. എന്തൊക്കെയായിരുന്നു. മലപ്പുറം കത്തി അമ്പും ബില്ലും ഇപ്പൊ എന്തായി? അയ്യോ ചേച്ചി പ്ലീസ് പ്ലീസ് പ്ലീസ്, അമ്മയോട് പറയല്ലേ, നമുക്ക് എങ്ങനെയെങ്കിലും ഇത് ഒപ്പിച്ചു വെക്കാം. ഞാൻ സഹായിക്കാം. അത് ഞാനല്ലല്ലോ പൊട്ടിച്ചത്, നീയല്ലേ പൊട്ടിച്ചത്. ദാ അമ്മ വരുന്നു. എന്താടി ഒരു ശബ്ദം കേട്ട് വിടുന്നേ? അയ്യോ, എന്റെ പൂപാത്രം. ആരാണിത് ചെയ്തത്? എന്റെ പ്രിയപ്പെട്ട പൂപാത്രം. നിങ്ങളല്ലേ ഇവിടെ ഉണ്ടായിരുന്നത്? ആരാണിത് ചെയ്തതെന്ന് ചോദിച്ചത് കേട്ടില്ലേ? ആരാണിത് ചെയ്തതെന്ന്? അയ്യോ അമ്മ, അങ്ങനെ തുറച്ചു നോക്കല്ലേ, എനിക്ക് പേടിയാവുന്നു. എങ്കിൽ സത്യം പറ, ആരാത് ചെയ്തതെന്ന്? അയ്യോ അമ്മ, ഞാനല്ല. ഇത് ചെയ്തതേ ഇവളായി പിങ്കിമോള്. അവളെ ചൂര് കൊണ്ട് കളിച്ചപ്പോൾ ആ താഴെ വീണതാണ്. എടി ദുഷ്ടത്തി ചേച്ചി, പാര വെക്കാതെ. ചേച്ചി നുണ പറയുകയാണ്. ചേച്ചി റീൽസ് ചെയ്യാൻ വേണ്ടിട്ട് ഡാൻസ് കളിച്ചപ്പോൾ അത് തട്ടി താഴെ വീണതാണ്. പാവം, ഞാന് നിലത്ത് വീണ് ഉടഞ്ഞത് മാറ്റി വെക്കാൻ വന്നപ്പോഴാണ് അമ്മ ഇങ്ങോട്ടേക്ക് വന്നത്. വലിയ പോത് പോലെ ആയല്ലോടി. നീ ഫോണും നോക്കി ഇരുന്നതും പോരാഞ്ഞിട്ട് കുറ്റം മുഴുവൻ ഈ ചെറിയ പെണ്ണിന്റെ മേത്താണോ? ഇങ്ങോട്ട് വന്നേ നീ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ദൈവമേ, കള്ളം പറഞ്ഞ് അവൾക്ക് അവാർഡും സത്യം പറഞ്ഞ് എനിക്ക് ഇടിയും. ഇതെന്ത് ലോകം? കുറ്റം ചെയ്തതും പോരാഞ്ഞിട്ട് തെറ്റി ന്യായീകരിക്കാൻ നോക്കുന്നോ? നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. സത്യമായിട്ടും അമ്മ ഞാനല്ല ചെയ്തത്. എന്നെ കബളിപ്പിക്കാൻ നോക്കുന്നോ? നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. നിക്കടി അവിടെ. നാശം, എന്തോരം വർക്കാ ചെയ്യാനുള്ളത്. ഇതെപ്പോ പഠിക്കാനിരുന്നു ഞാൻ, എന്നിട്ടും എവിടെയും എത്തിയില്ലല്ലോ. രാവിലെ എഴുന്നേറ്റാൽ സ്കൂള്, വൈകുന്നേരം ട്യൂഷന്, രാത്രി പഠിപ്പ്. പിന്നെ ഇതെപ്പോ എനിക്കൊന്ന് കളിക്കാൻ സമയം കിട്ടുക? ഫുൾ ടൈം പഠിപ്പ് തന്നെ പഠിപ്പ്. പഠിച്ച് 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 മനുഷ്യന് മടുത്തു. എന്താ മോളെ നീ പിറുപിറുക്കുന്നത്? അതൊന്നുമില്ല പാപ്പ, ഞാൻ ഈ വർക്കൊക്കെ എങ്ങനെയാ ചെയ്യണതെന്ന് നോക്കുന്നതാ. നല്ല കുട്ടി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പാപ്പയോട് ചോദിച്ചോ കേട്ടോ. ചോദിക്കാം. ഹേ മനുഷ്യ, നിങ്ങളൊരു കാര്യം അറിഞ്ഞോ? എന്ത് കാര്യം? അയൽക്കാരുടെ എന്തെങ്കിലും കുശുമ്പം കുന്നായ്മായിരിക്കും, അതിലെ നിന്റെ അടുത്തുണ്ടാവുക. എന്താ നാടി നിന്ന് കിളിക്കണത്? ഒരു കാര്യം പറയാൻ വന്നാൽ എപ്പോഴും ഉള്ളതാ എന്തെങ്കിലും ഒരു തമാശ. അതൊന്നും അല്ലെങ്കിൽ എന്താ കാര്യം, നീ പറ. പറയണില്ല. അങ്ങനെ ഇപ്പൊ ഞാൻ പറയാൻ വന്ന കാര്യം നിങ്ങൾ കേൾക്കണ്ട. അത് നല്ല കൂത്ത്. നീയല്ലേ എന്തോ കാര്യം പറയാൻ വന്നത്, അതിപ്പോ പറയണില്ലേ? ഞാൻ പറയാൻ വന്നപ്പോൾ നിങ്ങൾ എന്നെ ഇൻസൾട്ട് ചെയ്തല്ലേ, അതുകൊണ്ട് ഇനി ഞാൻ പറയുന്നില്ല. അപ്പോഴത്തേക്കും ദേഷ്യം പിടിച്ചോ? എന്താ കാര്യം? എന്താണെങ്കിലും നീ പറ. എന്താ കുടുംബശ്രീയിലെ പ്രസിഡന്റായിട്ട് നിന്നെ അംഗീകരിച്ചോ? അതല്ലെങ്കിൽ നിങ്ങളെല്ലാം അയൽക്കൂട്ടം കൂടെ ഒരു ടൂർ പ്ലാൻ ചെയ്തില്ലേ, അതെപ്പോഴാണെന്ന് തീരുമാനിച്ചോ? എന്താ നിന്റെ കാര്യം? എന്താണെങ്കിലും പറ. പിന്നെ ഒരു കാര്യം, ടൂർ ആണെങ്കിലേ എന്നോടൊരു നയാ പൈസ ചോദിക്കണ്ട, ഞാൻ തരത്തില്ല. ഇനി അതും പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരണ്ട നീ. ഇത് തന്നെയാ ഞാൻ പറയാൻ വന്ന കാര്യം.
ഹാ, അപ്പൊ നിങ്ങൾ പെണ്ണുങ്ങൾ എല്ലാരും കൂടെയുള്ള ടൂർ ഓക്കെ ആയിട്ടുണ്ടാവും അല്ലേ? അതിനു വേണ്ടി കാശ് ചോദിക്കാൻ വന്നതാണല്ലേ നീ? ഹോ അല്ലെന്നേ. അല്ലെങ്കിലും ഈ ആർക്ക് വേണം നിങ്ങളുടെ പൈസ? ഞാൻ പറയാൻ വന്നതേ ഈ കാര്യം തന്നെയാണ്. നീ കുറെ സമയമായി ആ കാര്യം ഈ കാര്യം എന്നൊക്കെ പറയുന്നു. എന്താണെങ്കിലും ഒന്ന് വേഗം പറഞ്ഞു തോല. അതായത് നമ്മുടെ ഗവൺമെന്റിന്റെ പുതിയ നിയമം നിങ്ങൾ കണ്ടില്ലേ? 15-ാം തീയതി മുതലേ KSRTC ബസ് ഫ്രീ ആക്കി. ഇനി ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നിങ്ങൾ ആണുങ്ങളുടെ സഹായമില്ലാതെ പോകാം. അതിനാ നിയമം വന്നോ? ആ അതാ പറയണത്. ഏത് സമയം ലാപ്ടോപ്പും കുത്തിപ്പിടിച്ചിരുന്നാലേ ലോക വിവരങ്ങളൊന്നും അറിയില്ല നിങ്ങൾ. ഇന്നു മുതലേ ആ നിയമം പാസ്സായി. ഇനി ഞങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഫ്രീ ആയിട്ട് പോകാം. എന്റെ ദൈവമേ, ഇതെവിടെയെങ്കിലും പോകാൻ കഴിഞ്ഞാൽ തുടങ്ങും. പൈസ തരില്ല, വേണമെങ്കിൽ പോയാൽ മതി, നിന്നോട് ആരാ പോകാൻ പറഞ്ഞത് എന്നൊക്കെയുള്ള 100 ചോദ്യങ്ങൾ. ഇനി അത് കേൾക്കണ്ടല്ലോ. അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ മോശകോടന്മാർക്ക് ഇങ്ങനെ തന്നെ കിട്ടണം. അതിന് ഞാനെന്ത് ചെയ്തു? ഒന്നും ചെയ്യണ്ടല്ലോ. ഞങ്ങളെ ഭരിക്കാൻ വരത്തല്ലേ നിങ്ങളുടെ പണി. കാണിച്ചു തരാം എല്ലാത്തിനും ഞങ്ങൾ. ഒരു ഡ്രൈവിംഗ് പഠിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ അതിന് സമ്മതിക്കില്ല. ഇനി എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞാലോ എൻ്റെ കയ്യിൽ പൈസയില്ല. പിന്നെ ഞങ്ങൾ എന്തോട്ട് ചെയ്യാനാ? നിങ്ങൾ ആണുങ്ങൾക്കൊരു വിചാരമുണ്ട്. നിങ്ങൾക്കൊക്കെ വേണ്ട പോലെ എന്തും ചെയ്യാം, എവിടെയും പോകാം, ആരോടും ചോദിക്കണ്ട, ആരോടും പറയണ്ട. ഇനി അഥവാ ഞങ്ങൾ എന്തെങ്കിലും ചോദിച്ചാലോ അപ്പ പറയും തർക്കുത്തരക്കാരിയെന്ന്. ഞങ്ങൾ ആണുങ്ങളെ ഭരിക്കാൻ നിങ്ങൾ വരണ്ട എന്ന്. ഇപ്പൊ എന്തായി? എല്ലാത്തിനും ഒരു തീരുമാനമായില്ലേ? ഗവൺമെന്റിന്റെ ഈ ഒരു നിലപാടിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു. നോക്കിക്കോ മനുഷ്യ, നിങ്ങൾ നോക്കിക്കോ. നിങ്ങളുടെയൊക്കെ ഈ അഹങ്കാരത്തിന്റെ അവസാനം വരാൻ പോവുകയാണ്. അതിനു വേണ്ടിയാണ് ഞങ്ങൾ പുതിയ സർക്കാരിനെ നിയമിച്ചത്. ഹോ, നിന്റെ പറച്ചൽ കേട്ടാത്തോന്നും നീയാണ് പുതിയ സർക്കാരിനെ നിയമിച്ചതെന്ന്. അതെ മനുഷ്യ, അതെ. എന്നെ പോലുള്ള ഒരുപാട് പെണ്ണുങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമാണ് ഇപ്പോൾ സർക്കാർ നിറവേറ്റി തരുന്നത്. ഇനി ഞങ്ങൾക്ക് ധൈര്യമായി കേരളത്തിൽ ജീവിക്കാം. ഇനി ഞങ്ങൾക്ക് ആരെയും പേടിക്കണ്ട. ദേ സൂക്ഷിച്ചോ, ഇനിയങ്ങാൻ ഞങ്ങളുടെ മെക്കിട്ട് കയറാൻ വന്നിട്ടുണ്ടല്ലോ, ഓലക്കെ എടുത്ത് അടിക്കും ഞാൻ. ഇനി നിങ്ങളുടെ പൈസയും വേണ്ട, പത്രാസും വേണ്ട, സ്വന്തമായിട്ട് ജീവിക്കാനേ ഞങ്ങൾക്കറിയാം. എടി കമലു, നീ ഇങ്ങനെ ദേഷ്യം പിടിക്കാതെ. നീ പറഞ്ഞതൊക്കെ സത്യാണോ? ആ സത്യാണോ കള്ളാണോ തിരിയണമെങ്കിലേ ആ ലാപ്ടോപ്പ് അവിടെ പൂട്ടി വെച്ചിട്ട് വല്ല ന്യൂസ് എടുത്ത് വായിക്കും. അപ്പൊ തിരിയും സത്യാണോ കള്ളാണോ എന്നൊക്കെ. അല്ല പിന്നെ പപ്പാ, പണി പാലും വെള്ളത്തിൽ കിട്ടിയല്ലോ. അതേ മോളെ, ഇനി പാർക്കാവും മമ്മീനെ ഒന്ന് പിടിച്ചു വെക്കാൻ. ഇനിയിപ്പോ നാട് നീളെ തെണ്ടലായിരിക്കും. കുഞ്ഞമ്മയുടെ മോളെ കാണാനും അമ്മയുടെ മോളെ കാണാനും ഇനി നിനക്ക് നിന്റെ മമ്മിയെ കിട്ടുമെന്ന് തോന്നുന്നേ ഇല്ല. സാരയില്ല പപ്പ, മമ്മി എൻജോയ് ചെയ്യട്ടെ. അതെ അതെ, ഇതേ ഞങ്ങളെ പോലുള്ള ആണുങ്ങന്മാർക്ക് കിട്ടിയ 8ന്റെ പണിയാണ്. എന്താണെങ്കിലും വല്ലാത്തൊരു വിദ്യയായിപ്പോ എന്റെ ഗവൺമെന്റ്. നാശം, പണ്ടാരം വരുന്നില്ലല്ലോ. ഈ ജലദോഷവും പനിയും പിടിച്ച സമയത്ത് എന്തിനാണാവോ ഉമ്മച്ചി എന്നെ വെറുതെ സ്കൂളിലേക്ക് വിടുന്നത്? ഞാനാണെങ്കിൽ ഇന്നലെ തന്ന ഹോംവർക്ക് ഒന്നും ചെയ്തിട്ടുമില്ല. പടച്ചോനെ, സമയം കുറെ ആയല്ലോ. മൂക്കുന്ന് വരുന്നല്ലാതെ ബാക്കൊന്നും വരുന്നില്ലല്ലോ. എടാ ഉസ്മാനെ, ഉസ്മാനെ, ഇജ്ജെന്താക്കാട് അവിടുന്ന്? സമയം പോയത് നീ അറിയുന്നില്ലേ? സ്കൂളത്തെ ബെല്ല് ഇപ്പം അടിക്കൊന്ന് വേഗം ഇറങ്ങി വാ. ഹോ, തുടങ്ങി വെല്ലമിച്ചിയുടെ പ്രസംഗം. ഇത് കയ്യാതെ എങ്ങനെയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്? അപ്പിടാനും മുട്ടുന്നുണ്ട്. എടാ പഹയ, അന്നല്ലേ വിളിക്കുന്നത്? അല്ല തൊള്ള ഇറങ്ങിപ്പോയോ? അന്നെന്താ ഒന്നും മുണ്ടാതിരിക്കുന്നത്? എന്റെ വെല്ലുമിച്ചി, നിങ്ങളൊന്നും മുണ്ടാതിരിക്കി. നമ്മൾ ഇവിടെ ഒരു വർക്ക് ചെയ്തോണ്ടിരിക്കുക. നിങ്ങൾ നമ്മളെ കോൺസെൻട്രേഷൻ തെറ്റിക്കാതെ. നമ്മൾ ഇപ്പൊ വരും. നിങ്ങളൊന്ന് സബൂറാക്ക്. എടാ പഹയ, ഇനി എത്ര സമയമായി ബാത്റൂമക്കാരി വാതിലടച്ചിട്ട്? എന്താക്ക അവിടുന്ന്? ഒന്ന് വേഗം ഇങ്ങോട്ട് ഇറങ്ങി വരാനാ പറഞ്ഞത്. ഓ, പറഞ്ഞാ മനസ്സിലാവില്ല. നമ്മൾ ഇവിടുന്ന് പാട്ട് പാടാ. ഇറങ്ങി വാടാ, അതൊക്കെ ഞാൻ വച്ചിട്ടുണ്ട്. നാശം പിടിച്ച അപ്പി, ഒന്ന് വേഗം വരാൻ എന്നോട് പറഞ്ഞത്. സമയത്ത് സമയത്ത് അവന്റെ ഒരു കളിപ്പിക്കല്. ഹാ, വരണുണ്ട്. ഇജ്ജ ആര് വരുന്ന കാര്യടാ പഹയാ പറയണത്? ഒന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരാനാ പറഞ്ഞത്. പണ്ടാരം, മര്യാദക്കൊന്ന് തൂറാനും വിടൂല. എന്റെ പഠിച്ചോനെ, ഇങ്ങനെയൊരു കുരുത്തം കേട്ട ഹറാം പറഞ്ഞൊരു ചെറുക്കനായിപ്പോയല്ലേ ഇവനി. എടാ മരത്തലയാ, സ്കൂളിലത്തെ ബെല്ലി പഠിക്കോ, ഒന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരാനാ പറഞ്ഞത് എന്നോട്. വരണ വെല്ലുമിച്ചി, വരണ. ഡാ പഹയ, ഇജ്ജ് പഠിക്കാനാണോ കക്കൂസ് പോയത് അതോ തൂറാനോ? എന്റെ വെല്ലുമ്മ, ഞാൻ എന്തൊക്കെയായി പറയണത്?
പഠിക്കാൻ ആരെങ്കിലും കക്കൂസിലേക്ക് പോവോ തൂറാനല്ലാണ്ട്? ഹാ, അപ്പൊ എനക്ക് അറിയാല്ലേ അത്. പിന്നല്ലാതെ എന്നിട്ടാണോ ഇജ്ജ് ഈ ബാഗും കെട്ടിപ്പിടിച്ചോണ്ട് കക്കൂസിലേക്ക് പോയത്? ബാഗും കെട്ടിപ്പിടിച്ചോണ്ട് സ്കൂളിലേക്കല്ലടാ പോണ്ട പഹയ. ഇങ്ങനെയും ഒരു മര തലയനായിപ്പോലെ ഇവന്. അന്നെ പറഞ്ഞിട്ടെന്താ, എൻ്റെ ഉമ്മച്ചീനെ പറഞ്ഞാൽ മതി. ഓ, ഇനി നിങ്ങളെ ഉമ്മച്ചിയുടെ മെക്കിട്ട് കാര്യം എന്തെങ്കിലും ഒരു കാരണം കിട്ടിയാൽ തുടങ്ങിക്കോളും ഉമ്മച്ചിയുടെ മേരെ കാരൻ. അല്ല, സമയം എത്രയായി നല്ല വിചാരം? അനക്ക് സ്കൂളിലേക്ക് പോകണ്ടേ? പോകണം, നമ്മൾ പോവാൻ നോക്കാം. നേരം വെളുത്തിട്ട് 100 വിളി വിളിച്ചാൽ അവൻ അറിയില്ല. എങ്ങനെയൊക്കെയോ അറിഞ്ഞാലോ ആ ഉള്ള സമയം കക്കൂസക്കാരി കുത്തിനി വാതിലടിച്ചോളും. എൻ്റെ വല്യമ്മ, എനിക്ക് തീരെ പരിഷ്കാരമില്ല. പരിഷ്കാരം കക്കൂസ് എന്നൊന്നും പറയാതെ. പിന്നെ കക്കൂസിന് കക്കൂസ് എന്നല്ലാണ്ട് ക്ലോസറ്റ് എന്ന് അറിയാൻ പറ്റുമോ? ഓ, നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കക്കൂസല്ല, കക്കൂസല്ല, ഇതിനെ ബാത്റൂം എന്നാ പറയാ. നിങ്ങൾ ഇനി മുതലേ ബാത്റൂം എന്ന് പറഞ്ഞാൽ മതി. ഓ, ഒരു വലിയ പരിഷ്കാരി വന്നിരിക്കുന്നു. സമയത്തും കാലത്ത് സ്കൂൾ പോയില്ലെങ്കിലേ എൻ്റെ തലമണ്ട ഞാൻ അടിച്ച് പൊട്ടിക്കും. വേഗം പോയിക്കൊള്ളാനാ പറഞ്ഞ എന്നോട് ഇവിടുന്ന്. ആ, അല്ലെങ്കിൽ നമ്മൾ പോവാ. നിങ്ങളോട് വർത്താനം പറഞ്ഞിരിക്കാനേ നമുക്ക് സമയമില്ല. ആ, എനക്കത് അറിയാലേ. എങ്കിൽ വേഗം വിട്ടോ സ്കൂളിലേക്ക്. ഇതെന്താ തുമ്മൽ മത്സരോ? അതെ, നമുക്ക് തീരെ വയ്യ. നല്ല ജലദോഷമുണ്ട്. അതുകൊണ്ട് നമുക്കൊരു സംശയം. എന്താ സംശയം? എന്താ എൻ്റെ സംശയം? അതെ വല്യമ്മ, നമ്മളിന്ന് സ്കൂളിലേക്ക് പോകണോ? ഓഹോ, അപ്പം അതാണല്ലേ എൻ്റെ ഉദ്ദേശം. സ്കൂളിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നീ കതക് മടച്ച് കക്കൂസിൽ കയറി കുത്തിരുന്നതാണല്ലേ? ഓ നാശം, ഇവിടെ നിങ്ങളെ കക്കൂസ് എന്ന് കേൾക്കുന്നതിൽ നല്ല സ്കൂളിലേക്ക് തന്നെ പോകുന്നതാ. എന്തായാലും നമ്മൾ പോയിക്കൊള്ളാം. എന്താ ചെറുക്കൻ്റെ ബുദ്ധി. സ്കൂളിൽ പോകാതിരിക്കാനുള്ള അടവാണവൻ്റെ. നമ്മളടുത്തുണ്ടോ അതൊക്കെ നടക്കുന്നു. ഇങ്ങനെയുള്ള തരികിടകളൊക്കെ നമ്മളിതെത്ര കണ്ടതാ. അവൻ്റെ ഒരു തുമ്മല്. വേഗം വിട്ടോളാനാ പറഞ്ഞ എന്നോട് സ്കൂളിലേക്ക്. അല്ലാ പഠിച്ചവനെ, അവനെ പറഞ്ഞിട്ട് ഞമ്മക്കും വന്നോ തുമ്മല്.